കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 4.0. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCS 215 MCA ന്യൂ കോഴ്സിൽ വരുന്ന MCS 215 സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോയുടെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ലാംഗ്വേജിൽ ഇതിന് മുന്നേ ഉള്ള പ്രീവിയസ് എക്സാം സൈക്കിൾസിലൊക്കെ തന്നെ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ് സീരീസ്. അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ പാസ് 5 പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിൽ ഇനി എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏരിയാസിനെ എംഫസൈസ് ചെയ്ത് ലേണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ ടോപ്പ് 10 പ്രഡിക്റ്റീവ് ഏരിയാസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ, ഫൈനലി നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന്റെ ആൻസർ ഗൈഡ് ബുക്ക് മാർക്കിംഗ് സ്കീം ആപ്പിൽ റെസ്പെക്റ്റീവ് ഫോൾഡേഴ്സിൽ അവൈലബിൾ ആണ്. അതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. അപ്പൊ നമുക്കറിയാം MCS 215 സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോയ്ക്ക് 2 ബ്ലോക്സ് ആണുള്ളത് അല്ലെ. അപ്പം ആ ഓരോ ബ്ലോക്കിലെ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടന്റ് ഏരിയസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് യൂണിവേഴ്സിറ്റിന് മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിന്റെ ബേസിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കുക, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ, അതായത് യൂണിവേഴ്സിറ്റി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയ എന്നാണ്, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, അതായത് ഇനി വരുന്ന എക്സാമിന് നമുക്ക് ഏതൊക്കെ ഏരിയയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻറ്റ്, ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ ആഫ്റ്റർ ദാറ്റ് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആയിരിക്കും ഫൈനലി ഉണ്ടാവുക. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കറസ്പോണ്ടിങ് ആൻസർ അതുപോലെ മാർക്കിംഗ് സ്കീം ആപ്പിൽ റെസ്പെക്റ്റീവ് ഫോൾഡേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു സെഷൻ വഴി നമ്മളുടെ ആ ഒരു ഇഗ്നോ എക്സാംസ് വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ ലേണേഴ്സിനെ എഴുതാൻ വേണ്ടിയിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഒരു രീതിയിലാണ് നമ്മൾ ഈ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ്, ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ്. അപ്പം ഈ ഒരു ബാർ ചാർട്ടിൽ കാണാം നമുക്ക് 2 ബ്ലോക്സ് ആണുള്ളത്. അപ്പം ജൂൺ 2022 മുതൽ 24 വരെയുള്ള പാസ് പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 തന്നെയാണ്. ഓക്കെ, ബ്ലോക്ക് 1ൽ നിന്നാണ് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കമ്പയർഡ് ടു ബ്ലോക്ക് 2. അപ്പം ഇനി ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഡിജിറ്റൽ സെക്യൂരിറ്റി, അതിന്റെ പ്രോസും കോൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പിയറൻസ് ഒരു മീഡിയം ലെവലിലാണ് വരുന്നത്, 8 ടൈംസോളം പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1ൽ തന്നെ യൂണിറ്റ് 1 സെക്യൂരിറ്റി ഇഷ്യൂസ്, ബ്രീച്ചസ് ഇൻ സൈബർ സ്പേസ്, അത് ഹൈലി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അപ്പിയറൻസ് 14 ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടെക്നോളജി ആൻസേഴ്സ് ടു സൈബർ സെക്യൂരിറ്റി, അപ്പിയറൻസ് 6 ആണ്, റെലവൻസ് മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ക്രിപ്റ്റോഗ്രാഫി ഓവർവ്യൂ ഫങ്ഷൻസ് ആൻഡ് ആൽഗോരിതം, അപ്പിയറൻസ് 12 ആണ്, ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഒതന്റിക്കേഷൻ ഓതറൈസേഷൻ, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്, അപ്പിയറൻസ് പാസ് പേപ്പറിൽ 10 ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഇലക്ട്രോണിക് സിഗ്നേച്ചർ, അതിന്റെ അപ്പിയറൻസ് മീഡിയം ആണ്, 7 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെന്റ്, ഹൈലി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, 13 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 സെക്യൂരിറ്റി ത്രെറ്റ്സ് ആൻഡ് അറ്റാക്സ്, ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, 11 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 സെക്യൂരിറ്റി മെഷേഴ്സ് ആൻഡ് സൊല്യൂഷൻ, 9 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. Then block 1 unit 3
സെക്യൂരിറ്റി, ഓഡിറ്റ്, പോളിസി, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് 5 ടൈംസോളമാണ് പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 4 റെഗുലേഷൻസ് ഓഫ് സൈബർ സ്പേസ്, നീഡ്സ്, മെത്തേഡ്, ആ ഏരിയയിൽ നിന്ന് ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 11 ടൈംസോളം ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ലീഗൽ, സെൽഫ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു ഏരിയയിൽ വരുന്നത്. 8 ടൈംസോളമാണ് പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 4 അൺസിട്രൽ മോഡൽ ലോ. അതൊരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. 7 ടൈംസോളമാണ് ആ ഒരു ഏരിയയിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 5 സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈംസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 13 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 പെനാലിറ്റീസ്, കോമ്പൻസേഷൻസ്, ഇൻവെസ്റ്റിഗേഷൻ, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. 8 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 5 സൈബർ ഫോറൻസിക്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. 9 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 IPR കോൺസെപ്റ്റ്സ് ആൻഡ് ഫോംസ്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. 7 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 കോപ്പിറൈറ്റ് ഇഷ്യൂസ്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് 6 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 പേഷ്യൻ്റ് മിസ്യൂസ്, ഓക്കെ, ആ ഒരു ഏരിയയിൽ നിന്ന് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. 5 ടൈംസോളമാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ട്രേഡ് മാർക്ക് ഇഷ്യൂസ്, റെമഡീസ്, വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. 10 ടൈംസോളം പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഡൊമൈൻ നെയിം ഡിസ്പ്യൂട്ട്സ്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് 6 ടൈംസോളം ചോദിച്ചു. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 സെർച്ച് എഞ്ചിൻ ആൻഡ് അബ്യൂസ്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് 5 ടൈംസോളമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു പാറ്റേൺ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 തന്നെയാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്. ബ്ലോക്ക് 2 നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് യൂണിറ്റ് 5 ആണ്. ഇനി നമ്മൾ ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് നോക്കുന്നത്. അതിൽ ടോപ്പ് 3, അതിൽ ഫസ്റ്റ് വൺ ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് ആൻസേഴ്സിലും ലോങ് ആൻസേഴ്സിലും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സെക്കൻഡ് വൺ സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലാസിഫിക്കേഷൻ, അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ ക്രിപ്റ്റോഗ്രഫി ആണ് തേർഡ് വൺ, അതിൻ്റെ ആൽഗോരിതംസ്, ഓവർവ്യൂ, ഒഥന്റിക്കേഷൻ, ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോമാറ്റ് ആണ് അറിയേണ്ടത്. നമുക്കറിയാം എസ് എ ടൈപ്പ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഡിസ്കസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ 8 to 10 മാർക്സിനാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക. ഓൾമോസ്റ്റ് ഒരു 300 to 400 വേർഡ്സിലാണ് നമ്മൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ബ്രീഫ് എക്സ്പ്ലനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മളവിടെ കറക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ഡെഫിനിഷൻ കൊടുക്കുക അല്ലെങ്കിൽ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. 4 to 5 മാർക്സ് ആണ്. 80 to 120 വേർഡ്സിലാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക. അതിൽ കേസ് സ്റ്റഡി, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, അവിടെ പ്രോബ്ലം സെനാരിയോ, സൊല്യൂഷൻ ഓർ അനാലിസിസ് ഒക്കെയാണ് ആവശ്യമായിട്ട് വരിക. 6 to 10 മാർക്സ് ആണ്. 200 to 300 വേർഡ്സിൽ. ദെൻ ലിസ്റ്റ് എന്യൂമറേറ്റ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 to 3 മാർക്സിനാണ്. ഒരു 30 മുതൽ 60 വേർഡ്സിലാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ വരുന്നത് MCQ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ന്യൂമറിക്കൽ ടൈപ്പ് പ്രോബ്ലം ആണ്. അത് റെയർ ആയിട്ടാണ്, അല്ലെങ്കിൽ എക്സാംസിന് അങ്ങനെ നമുക്ക് ചോദിക്കാറില്ല ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ഓരോ ഫോമാറ്റിലും വരുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റി എത്രമാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് ഓരോന്നിനും കൊടുക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അവിടെ നമ്മൾ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി പാർട്ട്, കൺക്ലൂഷൻ, ആ ഒരു രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഓൾമോസ്റ്റ് ഒരു 8 to 10 മാർക്സിനായിരിക്കും വരുന്നത് ആ ക്വസ്റ്റ്യൻസ്. 300 to 400 വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾസും ഒക്കെ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പം ആ ഒരു ഏരിയയിൽ സബ് ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ആ ഒരു ഏരിയയിൽ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പറ്റി ഷോർട്ട് നോട്ട് എഴുതുക, സെക്യൂരിറ്റി ഓഡിറ്റിനെ പറ്റി, അങ്ങനെയൊക്കെ. അപ്പോൾ 4 to 5 മാർക്സിനായിരിക്കും ചോദിച്ചത്. ഒരു 80 to 120 വേർഡ്സിന് എഴുതണം. ഓക്കെ, എക്സാമ്പിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി
തേർഡ് ടൈപ്പ് കേസ് സ്റ്റഡി, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എക്സാമ്പിൾ സൈബർ ക്രൈം ഇൻസിഡന്റ് അല്ലെങ്കിൽ ഡേറ്റാ ബ്രീച്ച്, ആ ഒരു ഏരിയ എന്നൊക്കെ ഓൾമോസ്റ്റ് ഒരു 6 to 10 മാർക്സിന് പ്രതീക്ഷിക്കാൻ ക്വസ്റ്റ്യൻസ്. ടെക്നിക്കൽ കോൺസെപ്റ്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ലീഗലി വരുന്ന കുറച്ച് കാര്യങ്ങൾ, ആ ഒരു ഏരിയ എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. 200 to 300 വേർഡ്സിലാണ് നമ്മളത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതേണ്ടത്. ഇനി ഫോർത്ത് വൺ ലിസ്റ്റ്, എന്യൂമറേറ്റ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പം ആ ഒരു ഏരിയയിൽ നമുക്ക് പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആ ഒരു രീതിയിൽ, ഫോർ എക്സാമ്പിൾ ലിസ്റ്റ് 6 പ്രിൻസിപ്പിൾസ് ഓഫ് സെക്യൂരിറ്റി മാനേജ്മെന്റ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു 2 to 3 മാർക്സിനായിരിക്കും ഈ ഏരിയയിൽ ചോദിക്കുക. 30 മുതൽ 60 വേർഡ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതേണ്ടത്. ഇനി നമുക്ക് പാസ് പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഓരോ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഓരോ ഏരിയയിൽ നിന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ബ്ലോക്ക് 1 സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 100 മാർക്കിൽ 32 മാർക്കോളം ആ ഒരു ബ്ലോക്കിൽ നിന്ന്, ഓൾമോസ്റ്റ് ഒരു 32% ആ ഒരു ഏരിയയിൽ നിന്ന് കവർ ചെയ്തിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 സൈബർ ലോസ് ആൻഡ് റെഗുലേഷൻസ് 28%. ബ്ലോക്ക് 3 വരുമ്പോൾ സൈബർ ക്രൈംസ് ഓൾമോസ്റ്റ് ഒരു 22%. IPR ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 18% ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാസ് പേപ്പേഴ്സ് നോക്കുമ്പോൾ ജൂൺ 2022 മുതൽ ഡിസംബർ 24 വരെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നാണ്. ഓക്കെ, അതിനുശേഷം നോക്കുമ്പോൾ ഷോർട്ട് നോട്ട്സ്, ദെൻ കേസ് സ്റ്റഡി ബേസ്ഡ്, ദെൻ ലിസ്റ്റ്, ആ ടൈപ്പ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ റയർ ആയിട്ടാണ് ചോദിക്കാറ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാസ് പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ട് കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസിനെ പറ്റിയിട്ടാണ്. ഈ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും നമുക്കിപ്പം ഈ കറണ്ട് സെനാരിയോയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഒരു ജൂൺ 2022 മുതൽ ഒരു 11% ഒരു 15% ഇൻക്രീസ് വന്നിട്ടുണ്ട് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതുപോലെ ലോങ് അല്ലെങ്കിൽ essay ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഒരു ഡിക്രീസ് വന്നിട്ടുണ്ട്. ഒരു 56% ഒരു 44% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഷോർട്ട് നോട്ട്സ്, ബ്രീഫ് എക്സ്പ്ലനേഷൻ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് നോക്കുമ്പോൾ നമുക്കറിയാം 3 hour എക്സാം ആണ്, 100 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 75 മിനിറ്റ്സോളം നമ്മൾ ഈ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, പിന്നെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു 50 മിനിറ്റ്സ്, 30 to 35% ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒരു 30 to 35% വെയിറ്റേജ് ആണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക. 15 മിനിറ്റ്സ് അതിനു വേണ്ടി മാറ്റി വെക്കുക. ദെൻ 25 to 30 മിനിറ്റ്സ് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ 50%. ഓക്കെ, റിമൈനിങ് ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഫൈനലി ഒരു 5 to 10 മിനിറ്റ്സ് ഒരു എൻറ്റയർ ഒരു റിവിഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ഡിസ്കസ് സെനാരിയോ ഇഷ്യൂ ഓർ ബ്രീച്ചസ് ഇൻ സൈബർ സ്പേസ്. അത് പാസ് പേപ്പേഴ്സിൽ ഒരു 8 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്രിപ്റ്റോഗ്രഫിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി, അതിന്റെ അപ്പിയറൻസ് 8 ടൈംസ് ആണ് പാസ് പേപ്പേഴ്സിൽ. Third one, what are the 6 principles of security management? Explain.
പാസ്റ്റ് പേപ്പേഴ്സിൽ ഒരു 7 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് വൺ ഡിസ്ക്രൈബ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് ദെയർ യൂസേഴ്സ്. അപ്പിയറൻസ് കൗണ്ട് പാസ്റ്റ് പേപ്പേഴ്സിൽ 7 ആണ്. ഫിഫ്ത്ത് വൺ ഡിസ്കസ് ദ കോർ എലമെന്റ്സ് ഓഫ് ഡേറ്റ സെക്യൂരിറ്റി. അപ്പിയറൻസ് പാസ്റ്റ് പേപ്പേഴ്സിൽ നോക്കുമ്പോൾ 6 ടൈംസ് ആണ്. ഇനി സിക്സ്ത് വൺ റൈറ്റ് എ നോട്ട് ഓൺ സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ടൂൾസ്. അപ്പിയറൻസ് പാസ്റ്റ് പേപ്പേഴ്സിൽ 6 ടൈംസ് ആണ്. സെവൻത് വൺ എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ റെഗുലേഷൻ ഓഫ് സൈബർ സ്പേസ് ആൻഡ് കീ ലീഗൽ ഫ്രെയിംവർക്ക്. അപ്പിയറൻസ് പാസ്റ്റ് പേപ്പേഴ്സിൽ 6 ആണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സിമെട്രിക് കീ ആൻഡ് പബ്ലിക് കീ എൻക്രിപ്ഷൻ. പാസ്റ്റ് പേപ്പേഴ്സിൽ 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നയൻത് വൺ ഡിസ്ക്രൈബ് penalties and liabilities under the IT Act 2000. Appearance past papers 5 ആണ്. What are the trademark issues and remedies for infringements in cyberspace? Appearance past papers 5 times ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്ന ഫ്രീക്വൻസി ടേബിൾ ആണ്. ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് breaches in cyberspace. ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നാണ്. പാസ്റ്റ് പേപ്പേഴ്സിൽ 8 ടൈംസോളം ആണ് കവർ ചെയ്യുക. ആവറേജ് മാർക്ക് 8 ആണ്. ദെൻ ഫങ്ഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്രിപ്റ്റോഗ്രഫി. ബ്ലോക്ക് 1 യൂണിറ്റ് 2. അപ്പിയറൻസ് പാസ്റ്റ് പേപ്പേഴ്സിൽ 8 ആണ്. ആവറേജ് സ്കോർ ആ ഒരു ഏരിയയിൽ 5.5 ആണ്. നെക്സ്റ്റ് വൺ 6 പ്രിൻസിപ്പിൾസ് ഓഫ് സെക്യൂരിറ്റി മാനേജ്മെന്റ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3. അപ്പിയറൻസ് 7 ആണ്. ആവറേജ് മാർക്ക് 7 ആണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് ദെയർ യൂസേഴ്സ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2. അപ്പിയറൻസ് 7 ആണ്. ആവറേജ് 5 മാർക്സ് ആണ് പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ കോർ എലമെന്റ്സ് ഓഫ് ഡേറ്റ സെക്യൂരിറ്റി. ബ്ലോക്ക് 1 യൂണിറ്റ് 3. പാസ്റ്റ് പേപ്പേഴ്സിൽ 6 ടൈംസ് ആണ്. ആവറേജ് മാർക്ക് 6.5 ആണ്. ദെൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടൂൾസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5. അപ്പിയറൻസ് 6 ആണ് പാസ്റ്റ് പേപ്പേഴ്സിൽ. ആവറേജ് ഒരു 6 മാർക്സിനാണ് ഏരിയയിൽ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ need for regulation of cyberspace and legal framework. Block 2 unit 4. Past papers 6 times ആ ഏരിയയിൽ ചോദിച്ചിട്ടുണ്ട്. ആവറേജ് ഒരു 6 മാർക്സ് ആണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ഇനി സിമെട്രിക് വേഴ്സസ് പബ്ലിക് കീ എൻക്രിപ്ഷൻ. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. പാസ്റ്റ് പേപ്പേഴ്സിൽ ഒരു 5 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ആവറേജ് ഒരു 5 മാർക്സിന്. നെക്സ്റ്റ് വൺ പെനാൽറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് അണ്ടർ IT Act 2000. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. ഓൾമോസ്റ്റ് ഒരു 5 ടൈംസോളം ഏരിയയിൽ ചോദിച്ചിട്ടുണ്ട്. 5.5 മാർക്സ് ആണ് ആവറേജ് അവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നു. നെക്സ്റ്റ് വൺ ട്രേഡ് മാർക്ക് ഇഷ്യൂസ് ആൻഡ് റെമഡീസ് ഇൻ സൈബർ സ്പേസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6. 5 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. 5 മാർക്സിന്. ഓക്കെ, ഇനി നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു 5 മിനിറ്റ് ആ ഒരു എൻറ്റയർ ആൻസർ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം എങ്ങനെ നമ്മൾ എക്സാമിന് ആ ഒരു പേപ്പർ എഴുതി കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് ആ ഒരു ഏരിയയിൽ നമുക്ക് നല്ല തറവായിട്ടൊരു നോളജ് ഉണ്ടായിരിക്കണം. കാരണം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഈ ടോപ്പ് 10 ഏരിയയിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഫോക്കസോടുകൂടി തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 2 പ്രാവശ്യമെങ്കിലും ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു പേപ്പേഴ്സ് ആ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഇനി ഈ പൈ ചാർട്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അപ്പിയറൻസ് ആണ്. പാസ്റ്റ് പേപ്പേഴ്സിൽ നോക്കുവാണെങ്കിൽ ഒരു 57% ഈ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. ബാക്കി വരുന്നത് 43% ആണ് അതർ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ്. ഇപ്പൊ ബ്ലോക്ക് 1 യൂണിറ്റ് 1 സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ സൈബർ സ്പേസ്. പ്രോബബിലിറ്റി 100% ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഫങ്ഷൻസ് ഓഫ് ക്രിപ്റ്റോഗ്രഫി. അതിന്റെ പ്രോബബിലിറ്റി ഒരു 86%ആണ്. ഹൈലി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് സെക്യൂരിറ്റി മാനേജ്മെന്റ്. 83% ആണ്. ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആൻഡ് യൂസ്. 71% നമുക്ക് പ്രോബബിലിറ്റി പറയാം. ഹൈലി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 സൈബർ ഫോറൻസിക്സ്. 70% ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. Then block 2 unit 4 regulations of cyberspace framework.
പ്രോബബിലിറ്റി ഹൈ ആണ് 71%. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 സിമെട്രിക് വേഴ്സസ് പബ്ലിക് കീ എൻക്രിപ്ഷൻ 57%. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 പെനാൽറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് അണ്ടർ IT ആക്ട് ഒരു 57% ഇമ്പോർട്ടൻ്റ് ആണ്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ട്രേഡ് മാർക്ക് ഇഷ്യൂസ് റെമഡീസ് ആ ഒരു ഏരിയ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് വരിക. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 കോപ്പിറൈറ്റ് IPR ഇഷ്യൂസ് 43% മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 സെക്യൂരിറ്റി മെഷേഴ്സ് സൊല്യൂഷൻസ് 43% ആണ് അതിൻ്റെ ഒരു വെയിറ്റേജ് വരിക, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 4 അൺസെറ്റിൽഡ് മോഡൽ ലോ 29% ലോ പ്രോബബിലിറ്റി ഉള്ള ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 സൈബർ ക്രൈം ക്ലാസിഫിക്കേഷൻ 29% വെയിറ്റേജ് അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി പ്രതീക്ഷിക്കാം, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടെക്നോഗ്രഫി അത് ഒരു 14% ലോ പ്രോബബിലിറ്റി വരുന്ന ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഡൊമൈൻ നെയിം ഡിസ്പ്യൂട്ട്സ് 14% ഇമ്പോർട്ടൻസ് വരുന്നതാണ്, ലോ പ്രോബബിലിറ്റി ഉള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പം ഈ ഡിസ്കസ് ചെയ്ത ഏരിയാസിൽ നിന്നൊക്കെയാണ് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈ പ്രോബബിലിറ്റി വരുന്ന അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റിയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏരിയാസ് ആണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ സൈബർ സ്പേസ്, functions of cryptography, principles of security management, digital signatures and uses, cyber forensics, regulations of cyberspace. ഈ ഏരിയയെ പറ്റി തിയറിറ്റിക്കലും പ്രാക്ടിക്കലിലും നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം. ഒരു 2 വട്ടമെങ്കിലും ഈ ഏരിയയിലെ ടോപ്പിക്സ് കവർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഇനി മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ് സിമെട്രിക് പബ്ലിക് കീ എൻക്രിപ്ഷൻസ്, അതുപോലെ തന്നെ പെനാൽറ്റീസ്, ലയബിലിറ്റീസ് അണ്ടർ IT ആക്ട്, ട്രേഡ് മാർക്ക് ഇഷ്യൂസ് ആൻഡ് റെമഡീസ്, കോപ്പിറൈറ്റ് IPR, അതുപോലെ സെക്യൂരിറ്റി മെഷേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്. മീഡിയം പ്രയോറിറ്റിയിൽ കൺസിഡർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണിത്. ഇനി ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ് അൺസെറ്റിൽഡ് മോഡൽ ലോ, സൈബർ ക്രൈം ക്ലാസിഫിക്കേഷൻ, ടെക്നോഗ്രഫി, ഡൊമൈൻ നെയിം ഡിസ്പ്യൂട്ട്സ്. ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഒരു സമ്മറൈസ്ഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം പാസ്റ്റ് പേപ്പേഴ്സിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഹൈ ഈൽഡ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മൾ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ഏരിയയിൽ നിന്നാണ് ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത്. ആ ഏരിയയിൽ നിന്നാണ് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രെഡിക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ജൂൺ 2025 നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പം 2 hours ആണ് എക്സാമിന്. അതുപോലെ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 50 ആണ്. ഇൻസ്ട്രക്ഷൻസ് നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. അറ്റൻഡ് എനി 3 questions ഫ്രം ദ ട്രസ്റ്റ് ആണ്. ഫസ്റ്റ് വൺ കമ്പൽസറി ആണ്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ഇൻ ബ്രീഫ്. ഫസ്റ്റ് വൺ ഡിസ്ക്രൈബ് എനി 2 emerging threats in cyberspace illustrating with the real world incident reporting after 2023. ബ്ലോക്ക് 1 സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ സൈബർസ്പേസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ട് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രിപ്റ്റോഗ്രാഫിക് hash functions in ensuring data integrity. Provide a simple example using the hash algorithm. Block 1 cryptography mechanism ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Then block next one C part, what are the main challenges faced in implementing data security policies with distributed cloud systems? അത് ബ്ലോക്ക് 1 ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെന്റ് ഏരിയ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡി പാർട്ട് എക്സ്പ്ലെയിൻ ദ റെമഡീസ് available to digital
artists in India whose copyrighted work has been infringed on a global online platform. The block 2 IPR issues in cyberspace എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ ആൻസർ ഇനി 3 ആണ്. അതിൽ 10 മാർക്സ് ഓരോന്നിനും. ഫസ്റ്റ് വൺ, a technology startup has recently suffered a ransomware attack that encrypted all client data. As the security manager outlined a step-by-step incident response plan, including both the technical and the legal consideration. Block 1, security issues in cyberspace. Block 2, cyber crimes. ഈ രണ്ട് ഏരിയയിൽ ക്ലബ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Then question number 3, compare and contrast symmetric and public key encryption schemes using the following scenario. Alice wishes to securely send a 1 GB confidential file to Bob over the internet, but both have limited computational resources. Support your answer with a tabular comparison of strength, weakness, and resource usage. Block 1, cryptographic mechanism ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The fourth one, using the table below, analyze the frequency of 6 major cyber attacks in Indian financial institution during 2024. What pattern do you observe, and how should organizations prioritize their security investment? അപ്പം ഇവിടെ കുറച്ച് അറ്റാക്സ്, ഫിഷിങ്, റാൻസംവെയർ, ഡിഡോസ്, അതുപോലെ ഇൻസൈഡർ ത്രെറ്റ്സ്, ഓരോ ഏരിയയിലും വന്നിട്ടുള്ള ഒക്കറൻസിനെ പറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ബേസിൽ ആ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 1, സെക്യൂരിറ്റി ത്രെറ്റ്സ് ആൻഡ് അറ്റാക്സ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് വൺ, a new e-commerce platform in India must comply with both the IT Act and latest RBI guidelines on payment data. Draft a comprehensive data management policy converting at least 3 legal and 3 technical requirements. Okay, the block 1, data security and management. അതുപോലെ തന്നെ block 2, regulations of cyberspace എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, കേസ് സ്റ്റഡി ആണ്. ഓക്കെ, Indigo Notes messaging app launches an end-to-end encryption features using RSA keys. A user claimed her message were read by third party. As an expert, identify the possible technical failures or legal breaches and recommended corrective actions. Block 1, cryptography mechanism. അതുപോലെ തന്നെ block 2, legal frameworks എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Question number 7, with reference to the recent 23-24 high-profile cyber crimes in India, critically analyze the role of cyber forensics in evidence collection and discuss at least 2 technological challenges faced by investigators. Block 2, cyber crimes and cyber forensics എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 8th one, discuss the type of trademark infringements in cyberspace with the example. Propose a mechanism to resolve disputes involving similar domain names, referencing both the Indian and international practice. Block 2, IPR issues in cyberspace എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Question number 9, the safe content AI filter system uses both manual review and AI model to rate and restrict user generated content on a popular video sharing platform. Evaluate the effectiveness of such a hybrid filtering approaches in the context of the Indian legal framework and global best practices. The block 2, regulations of cyberspace in ചോദിച്ച question ആണ്. Any question number 10, explain with the justification how an organization can align its security policy and audit mechanism to minimize risk from emerging digital threats, including a model for periodic audit scheduling. Block 1, security management and audit എന്ന് ചോദിച്ച questions ആണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുക. ഇതിന്റെ ആൻസർ ഗൈഡ് ബുക്ക് മാർക്കിംഗ് സ്കീം ആപ്പിൽ അവൈലബിൾ ആണ്. അതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പ് 10 ഏരിയാസ് ഒക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ ഏറ്റവും നല്ലൊരു സ്കോറോട് കൂടി തന്നെ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.